മനുഷ്യജീവിതം തന്നെ വലിയ പ്രയാസത്തിലായ പ്രദേശങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ, അർച്ചന രവീന്ദ്രൻ, പ്രസാദ്, അഞ്ജന അനിൽകുമാർ, സജോ ദേവസ്യ എന്നിവർ ഓരോ പ്രദേശത്തു നിന്നായി ചേരുകയാണ്. കൊല്ലം താഹാമുക്കിൽ ദേവ് സ്നാക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നത് പരസ്യമായാണ്. സമീപ പ്രദേശത്തെ കിണറുകളിൽ മാലിന്യം നിറഞ്ഞതോടെ കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നു. പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ് ചിറവയൽ പ്രദേശവാസികൾ കഴിയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ത്വക്ക് രോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉണ്ടായതായും പരാതിയിലുണ്ട്. തൃക്കോവിൽ വട്ടം പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നുമാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. ആ പ്രദേശത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ ചേരുകയാണ്. ദിലീപ്, മാലിന്യം കാരണം ഒരു പ്രദേശമാകെ ബുദ്ധിമുട്ടുകയാണ്. 50ഓളം കുടുംബങ്ങൾ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അനുഭവിക്കുന്ന പ്രശ്നം അത് ചെറുതല്ല. ഈ മാലിന്യം എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. എത്രയോ കാലങ്ങളായി ഈ ഒരു നാടിങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. എത്രയോ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ക്യാമറ തിരിച്ചു വെക്കേണ്ടി വന്നതാണ്. അവിടെയുള്ള ആ പ്രദേശത്ത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദിലീപ്. റോഷ്നി, ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ശുദ്ധവായും ശുദ്ധവെള്ളവുമാണ്. ഇത് രണ്ടുമില്ലാത്ത ഒരു നാട്ടിലാണ് ഞാനുള്ളത്. തൃക്കോവിൽവട്ടം പഞ്ചായത്തിലുള്ള ചിറവയൽ താഹാമുക്കിലാണ്. ഇതിന് കാരണമായി കിടക്കുന്നത് ഈ നാട്ടുകാരുടെ പുറകിൽ കാണുന്ന ദേവ് സ്നാക്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫാമിലാണ്. ഈ ഫാമിൻ്റെ മലിനജലം ഈ പ്രദേശത്തേക്ക് ഒഴുക്കുന്നു. ഇതോടുകൂടി ഈ പ്രദേശത്തെ കുടിവെള്ളം അശുദ്ധമാകുന്നു. പിന്നീട് ഇവിടെ നിന്ന് ദുർഗന്ധം ഇവിടേക്ക് വ്യാപിക്കുന്നു. അതോടുകൂടെ ഈ പ്രദേശത്ത് നല്ല വായു പോലും കിട്ടാത്ത ഒരവസ്ഥ. ഇത് പല തവണ തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ പരാതി നൽകുകയും ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ എൻ്റെ കൂടെ കാണുന്ന ഈ സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇവർക്ക് ശുദ്ധവായും ശുദ്ധവെള്ളവും കിട്ടണം. ഇതിനെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ഇന്ന് രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നാളെ ദേവ് സ്നാക്സുമായിട്ട് ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ഇവർക്ക് അനുകൂലമായ നടപടി അല്ലെങ്കിൽ ഈ നാടിന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഈ അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി എന്തായിരിക്കും നീക്കം? ഞങ്ങൾ സമരം ചെയ്യും. സമരം ചെയ്ത് ഞങ്ങളിവിടെ ഇരിക്കും. ഞങ്ങളിവിടെ കഞ്ഞി വെച്ച് ഇവിടെ തന്നെ ഇരിക്കും. ഇത് പൂട്ടുന്നിടം വരെ ഇവിടെ തന്നെ ഇരിക്കും. കഷ്ടപ്പാടാണ്. അത്രയ്ക്കും കഷ്ടപ്പാടാ. ശുദ്ധവായു ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല, കിട്ടുന്നില്ല. കൊണ്ടുവന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് ഇനി വന്നേ, ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ ആശുപത്രിയിൽ നിന്ന്. മെമ്പറെ, ഇത് ഇവിടുത്തെ UDF മെമ്പറാണ്. മെമ്പറെ, പലതവണ തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ ഇവർ പരാതി നൽകിയെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ഇത്രയും ആളുകൾക്ക്, ഇത്രയും കുടുംബങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടായി കൊടുക്കാൻ പറ്റിയില്ല? പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ അവര് വന്ന് ഇപ്പോഴും വന്നിട്ട് അതിന് വേണ്ടുന്ന ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈ സ്ഥാപനത്തിൽ ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഇതിനു മുമ്പുള്ള മെമ്പർ പറഞ്ഞു ഇല്ലെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു. ഉണ്ടെങ്കിൽ എനിക്ക് നാളെ ലൈസൻസിന്റെ കോപ്പി തരണം. ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മൾ പൂട്ടിക്കും. ജനങ്ങളോടൊപ്പം നിൽക്കുള്ളൂ. പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ്. പക്ഷേ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുടുംബം, ഒരു നാട്ടുകാരുണ്ട്. ചേട്ടാ, എന്തൊക്കെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ? ഞങ്ങൾക്ക് അസുഖങ്ങളുണ്ട്, ശ്വാസമുട്ടലുണ്ട്. രാത്രിയാകുമ്പം 4 മണിക്ക് ഈ വേസ്റ്റ് വെള്ളമുണ്ട്. മറ്റുള്ള ഇങ്ങനെയൊക്കെയുള്ള ഈ ബേക്കറി മറ്റുള്ള അങ്ങനെയുള്ള സ്ഥാപനം കൊണ്ട് വേസ്റ്റ് വെള്ളം കൊണ്ടുവന്ന് അതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഈ കാട്ടിലോട്ട് അടിക്കുകയും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ അടിച്ച് അകത്തോട്ട് കയറി തരുന്നതും. അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ള കാര്യം തുണി അലക്കാൻ പറ്റത്തില്ല. വെള്ളം അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ആ മാതിരി മഴ പെയ്താൽ ഇതിനേക്കായി കഷ്ടമാണ്. മിക്കവാറും ഇവിടെ കൊറോണക്കായി ഭയങ്കരമായ അസുഖങ്ങൾ ഇതിനകത്തുണ്ടാവും. എന്താ ഉമ്മ? ഇത് തന്നെ എനിക്കും പറയാനുള്ളത് തന്നെ. ഈ ഇത്ര ഉണക്കത്ത് ഇങ്ങനെ ആണെങ്കിലേ മഴ വരുമ്പോൾ എന്തുമായിരിക്കും ഇതിന്റെ അവസ്ഥ? ഇത് ഈ ദേവ് സ്നാക്സിന്റെ ഉടമസ്ഥന്റെ അടുത്ത് നിങ്ങൾ ഈ കാര്യം പറഞ്ഞു അങ്ങനെ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് വെള്ളം ഇങ്ങനെ കൈയിട്ട് നോക്കിട്ട് എന്തൊരു മണപ്പിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് അയാൾ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയാം ഞാൻ കുടിച്ചു നോക്കിയതാണ്. നിങ്ങൾക്ക് അദ്ദേഹവുമായി സംസാരിച്ചിട്ട് അനുകൂലം ഇല്ല, ഒരു മറുപടിയില്ല. അനുകൂലം എല്ലാം പ്രതികൂലം തന്നെ. ദേവ് സ്നാക്സിന്റെ ഉടമയടക്കം ഈ പ്രദേശത്തെത്തി ഇത് പരിശോധിക്കടക്കം ചെയ്തതാണ്. എന്നിട്ട് പോലും ഈ നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നാളെ തൃക്കോവിൽവട്ടം പഞ്ചായത്തും ദേവ് സ്നാക്സും ഈ നാട്ടുകാരിലെ ചില ആളുകളും ചേർന്നുള്ള ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് ഇവർക്ക് അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ കഞ്ഞി വെച്ച് സമരം നടത്തുമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. റോഷ്നി.
തീർച്ചയായും ദിലീപ്, ഇതിൽ നടപടി ഉണ്ടായേ തീരൂ. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ആ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട വിഷയം തന്നെയാണ്. നടപടി ഇല്ലെങ്കിൽ ആ മനുഷ്യർ പ്രതിഷേധത്തിലേക്ക് കടക്കും. ആ പ്രതിഷേധത്തിന്റെ വിവരങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കുകയും വേണം.